ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 71 ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 661 നാമം മുതൽ 670 നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത്. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ 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 വിവർദ്ധനക ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണ പ്രിയക. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ബ്രഹ്മണ്യ, ബ്രഹ്മകൃത്, ബ്രഹ്മ, ബ്രഹ്മ, ബ്രഹ്മവിവർദ്ധന, ബ്രഹ്മവിദ്, ബ്രാഹ്മണ, ബ്രഹ്മി, ബ്രഹ്മജ്ഞ, ബ്രാഹ്മണ പ്രിയ എന്നീ നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് ബ്രഹ്മണ്യ. ഭഗവാന്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് ബ്രഹ്മ. അതിനാലാണ് ഭഗവാൻ ബ്രഹ്മണ്യ എന്ന നാമധേയം. അതായത് ഭഗവാൻ ബ്രഹ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ശാസ്ത്രത്തെയും തപസ്സിനെയും വേദത്തെയും സത്യത്തെയും ജ്ഞാനത്തെയും ഒക്കെ ചേർന്നിട്ടുള്ളതിനെയാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ ഇതിൻ്റെയൊക്കെ ഒരു സംരക്ഷകനായി ഇരിക്കുന്നു, അതുപോലെ തന്നെ ബ്രഹ്മത്തെയും ഒരു ജീവാത്മാവെന്ന നിലയിലുള്ള ഒരു സുഹൃത്തായി കണക്കാക്കുന്നു. എല്ലാ സൃഷ്ടിയിലും ഈ പറയുന്ന ശാസ്ത്രം, തപസ്, വേദം, ജ്ഞാനം, സത്യം എന്നതിൻ്റെ ഒരു അംശമെങ്കിലും ഭഗവാൻ ആ ഒരു ജീവാത്മാവിൽ പകർന്നിട്ടുണ്ട്. അതിനാലാണ് ഓരോ സൃഷ്ടിയുടെയും സുഹൃത്തായി ഭഗവാന് മാറാൻ സാധിക്കുന്നത്. ഭഗവാൻ അതിനാൽ ബ്രഹ്മണ്യ എന്ന നാമധേയം. അടുത്ത നാമധേയം ബ്രഹ്മകൃത് എന്നാണ്. അതായത് എങ്ങനെയാണോ ഭഗവാൻ ഓരോരോ ബ്രഹ്മത്തെയും ഓരോ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതായത് ഓരോ അവതാരത്തിലും ഭഗവാൻ സത്യത്തിന് മാത്രമായി നിലനിന്നുകൊണ്ട് ഓരോ തപസ്സിനെയും അനുഷ്ഠിച്ചുകൊണ്ട് ആ ഒരു വേദാന്തങ്ങളിൽ പറയുന്ന ധർമ്മത്തെ പരിപാലിച്ച് കാണിക്കുന്നു. അതിനാൽ ഭഗവാൻ ബ്രഹ്മകൃത് എന്ന നാമധേയം. അടുത്ത നാമധേയം ബ്രഹ്മ എന്നാണ്. അതായത് ഈ സൃഷ്ടി കർമ്മങ്ങളുടെയൊക്കെ ഉടമയാകുന്ന സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ആ ഒരു ബ്രഹ്മ എന്ന ഒരു സൃഷ്ടി ചെയ്ത് ആ ഒരു ഈശ്വര ചൈതന്യമായി ഇരുന്നു കൊണ്ട് ആ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടി ബ്രഹ്മ എന്ന ഒരു സൃഷ്ടി നടത്തുന്നു. അതിനാൽ ഭഗവാന് ബ്രഹ്മ എന്ന ജ്ഞാനം. ഈ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായും ശിവനായും നിലനിൽക്കുന്നത്. അതിനാൽ ഭഗവാന് ആ ഒരു നാമത്തെയും ചേർന്നു പോകുന്നു. അടുത്ത നാമധേയം ബ്രഹ്മ എന്നാണ്. അതായത് വലുത് എന്നർത്ഥം, അതായത് മഹത്തായത് എന്നർത്ഥം, അല്ലെങ്കിൽ വ്യാപീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം, അല്ലെങ്കിൽ എല്ലായിടത്തും പരന്നിരിക്കുന്നു എന്നർത്ഥം. ഉപനിഷത്തിൽ എന്താണ് പറയുന്നതെന്നാൽ ഈ ഒരു ജ്ഞാനം അത് എല്ലായിടത്തും എപ്പോഴും എവിടെയും നിലനിൽക്കുന്നു. ആ ജ്ഞാനം എല്ലാ തെറ്റിനെയും തിന്മയെയും മറികടന്ന് ആ ഒരു പവിത്രതയെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഓരോരോ പ്രവൃത്തിയെയും ആ ഒരു ജ്ഞാനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു. അതിനാൽ ബ്രഹ്മൻ എന്ന നാമധേയം. ഈ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ കീഴടക്കിക്കൊണ്ട് നല്ലത് മാത്രം, നന്മ മാത്രം ചെയ്യുവാനുള്ള ഒരു ജ്ഞാനം തരുന്നത്. അതിനാൽ ഭഗവാൻ ബ്രഹ്മ എന്ന നാമധേയം. അടുത്ത നാമധേയം ബ്രഹ്മ വിവർദ്ധന എന്നാണ്. വിവർദ്ധന എന്നാൽ കൂടിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയെ അത് കാണിക്കുന്നു. അപ്പോൾ ബ്രഹ്മം എന്നാൽ ആ ഒരു സമ്പൽ സമൃദ്ധി, വേദം, ജ്ഞാനം, സത്യം എന്നീ പറയുന്ന ബ്രഹ്മം എപ്പോഴും പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടി വഴി അത് ധാരാളമായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നാരായണന്റെ ആ ഒരു തേജസ്സിനാലാണ് ഏതൊരു ഭക്തനാണോ ആ ഭഗവാനിൽ സ്വന്തമായി സമർപ്പിച്ചിരിക്കുന്നത്, ആ ഭക്തന് ഭഗവാൻ ഈ ബ്രഹ്മത്തെ കൊടുക്കുകയും ആ പരമഭക്തിയെ പ്രദാനം ചെയ്ത് അവർക്ക് സ്വന്തം ശരീരത്തിൽ ലയിച്ചുകൊണ്ട് മുക്തി കൊടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവാൻ ബ്രഹ്മവിവർദ്ധന എന്ന നാമധേയം. അടുത്ത നാമധേയം ബ്രഹ്മവിത്ത് എന്നാണ്. വിത്ത് എന്നാൽ ഏതൊരു വിദ്വാനാണോ എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് അവരെ വിത്ത് എന്ന് പറയുന്നു.
അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ബ്രഹ്മത്തെയൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ ഭഗവാന് ബ്രഹ്മവിത്ത് എന്ന നാമധേയം. അപ്പോൾ ഭഗവാൻ എപ്പോഴും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും മുറപടി നടക്കുന്ന ഒരു ശക്തിയാണ്. അത് തന്നെയാണ് ഭഗവത്ഗീതയിലും നമ്മൾ പറയുന്നത്, നമ്മൾ കേട്ടിരിക്കുന്നത്. അതായത് സാക്ഷാൽ മഹാവിഷ്ണു പറഞ്ഞത്, ഞാൻ തന്നെയാണ് വേദത്തിൻ്റെയൊക്കെ ഉത്ഭവം തുടങ്ങിയത്. അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് വേദത്തിൻ്റെ അറിവായിട്ടുള്ളതും. അതുപോലെ തന്നെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആ ഒരു ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇത് തന്നെയാണ് അർജുനനോട് പറയുന്നു ശ്രീകൃഷ്ണൻ. അതിനാൽ ഭഗവാന് ബ്രഹ്മവിത്ത് എന്ന നാമധേയം. ബ്രഹ്മം എന്നാൽ അത് വെറും അറിയുക എന്ന് മാത്രമല്ല, അതിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 കാലഘട്ടത്തിൽ പോകുമ്പോൾ ആ ഒരു ജാഗ്രതയിലും ആ ഒരു സ്വപ്നത്തിലും നമുക്ക് എങ്ങനെയൊക്കെയാണോ നമ്മുടെ ശരീരം, മനസ്സ്, ജ്ഞാനം ആ ഒരു സുഷുപ്തിയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചിന്താഗതി എങ്ങനെയൊക്കെയാണോ അതിനെ മുഴുവനും ബ്രഹ്മത്തിലൂടെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന് ബ്രഹ്മവിത്ത് എന്ന നാമധേയം. അടുത്ത നാമധേയം ബ്രാഹ്മണ എന്നാണ്. എങ്ങനെയാണോ ഓരോരോ സത്യത്തെയും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റി അതിൽ ഒരു ദൈനംദിന ചര്യകളിൽ ഒന്നായി തീർക്കുന്ന ഒരു ഭക്തന് ആ ബ്രാഹ്മണൻ എന്ന നാമധേയം. അപ്പോൾ ഒരു ഉത്തമ ബ്രാഹ്മണനാണ് സാക്ഷാൽ മഹാവിഷ്ണു. എന്തെന്നാൽ ആ ഒരു ജനനമില്ലാതെയും ആ ഒരു തപസ്സിനെയും ദൈവിക ഭാവത്തെയും മറ്റുള്ളവർക്ക് അനുഭവത്തെയും കൊടുക്കുന്നു. അത് തന്നെയാണ് പുരാണത്തിലും നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഭഗവാൻ എങ്ങനെയാണോ ഓരോരുത്തർക്കും അവരുടെ ജ്ഞാനം വഴി അവരെ പാഠം പഠിപ്പിക്കുന്നത്, അതിനാൽ ഭഗവാൻ ബ്രാഹ്മണ എന്ന നാമധേയം. അടുത്ത നാമധേയം ബ്രഹ്മി എന്നാണ്. ആരാണോ ബ്രഹ്മത്തിൻ്റെ കൂടെ ഉള്ളത് അവരെ ബ്രഹ്മി എന്ന് പറയുന്നു. അപ്പോൾ വേദങ്ങളായാലും സത്യമായാലും ജ്ഞാനമായാലും ദൈവികമായാലും എല്ലാം ബ്രഹ്മത്തിൻ്റെ കൂടെയുള്ളതാണ്. അതിനാൽ അവർക്ക് ബ്രഹ്മി എന്ന നാമധേയം. അടുത്ത നാമധേയം ബ്രഹ്മജ്ഞ എന്നാണ്. അതായത് ഒരു ബ്രഹ്മത്തെ പോലെ ജീവിച്ച് കാണിച്ച് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുന്ന ഭഗവാന് ബ്രഹ്മജ്ഞ എന്ന നാമധേയം. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ നമ്മളുമായി സംഭാഷണം ചെയ്ത് ആ ജ്ഞാനത്തെ നമുക്ക് ഇനിയും കൂടുതലായി ശുദ്ധീകരിച്ച് നല്ല ഒരു അടുത്ത ഒരു നല്ല ഒരു പാതയിലേക്ക് കൊണ്ടുപോകുന്നുവോ അത്രയും ഒരു ശക്തി നമ്മൾക്ക് തരുന്ന വിഷ്ണു ഭഗവാൻ ബ്രഹ്മജ്ഞ എന്ന നാമധേയം. അടുത്ത നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമായ ബ്രാഹ്മണപ്രിയ എന്നാണ്. എങ്ങനെയാണോ ഒരു ഭഗവാൻ ഒരു ഭക്തനെ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഭഗവാനും ഓരോരോ ഭക്തനും തൻ്റെ കർത്തവ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ ദൈവികത്തെ സ്വന്തമായി ഉണർന്നുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ തുടങ്ങുന്നത്, അങ്ങനെയുള്ളവരെ ഭഗവാൻ ഏറെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ ബ്രാഹ്മണ സ്വഭാവമുള്ള ഓരോ സൃഷ്ടിയെയും സ്നേഹിക്കുന്നതിനാൽ ഭഗവാൻ ബ്രാഹ്മണപ്രിയ എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ബ്രഹ്മണ്യ, ബ്രഹ്മകൃത്, ബ്രഹ്മ, ബ്രഹ്മ, ബ്രഹ്മവിവർധന, ബ്രഹ്മവിദ്, ബ്രാഹ്മണ, ബ്രഹ്മി, ബ്രഹ്മജ്ഞ, ബ്രാഹ്മണപ്രിയ എന്നീ 10 നാമങ്ങളാണ്. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ, ബ്രഹ്മ ബ്രഹ്മവിവർധനഃ, ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി, ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയഃ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. താങ്ക് യു.